ഇന്ത്യയുടെ ഭൂപടം നോക്കുമ്പോൾ വടക്ക് ഹിമാലയത്തെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് പടർന്നു കിടക്കുന്ന ഈ കൂറ്റൻ ഭൂപ്രദേശത്തെക്കുറിച്ച് നമ്മൾ എത്ര പേർക്കറിയാം? അതെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ്. എന്താണ് പീഠഭൂമി? ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ പൊതുവെ മൂന്നായി തരംതിരിക്കാം. 1. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. 2. പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ. 3. വൻകര പീഠഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ദക്ഷിണേന്ത്യയുടെ വലിയൊരു ഭാഗം ഇതിൻ്റെ ഭാഗമാണ്. ഏകദേശം വിസ്തൃതി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നീളം ഏകദേശം 1600 കിലോമീറ്ററും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട് ഉപദ്വീപീയ പീഠഭൂമി മേഖലയ്ക്ക്. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗമാണിത്. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ നിരവധി പീഠഭൂമികളിൽ ഉള്ളതിനാൽ ഈ ഭൂവിഭാഗം ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നു. കാലികമായി മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഇലപൊഴിയും ഉഷ്ണമേഖലാ കാടുകളാണ്. കറുത്ത മണ്ണ്, ചെമ്മണ്ണ് എന്നിവ ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ, ഭ്രംശതാഴ്വരകൾ, ചെങ്കുത്തായ പ്രദേശങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകളാണ് ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവഘട്ടം, മൈക്കല, കൈമൂർ, പരേഷ്നാഥ്, രാജ്മഹൽ, മഹാദേവ് തുടങ്ങിയവ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ഉയരം 2695 മീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.